സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി, അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി പ്രഖ്യാപിച്ചാൽ പോരെ? ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണം. ശ്യാംരാജ്, ഇന്നിപ്പോ നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് നിങ്ങൾ ഹെഡ്ഗേവാറിനെ പഠിക്കേണ്ടി വരും, നിങ്ങൾ VD സവർക്കറെ പഠിക്കേണ്ടി വരും എന്നുള്ളത്. NEP പറയുന്നത്, NEP മാനദണ്ഡങ്ങളിൽ പറയുന്നത് സംസ്ഥാനത്തിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ചുള്ള ഒരു കരിക്കുലം അതുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഇന്നലെ വരെ ഇവിടെ ഈ NEP-യുമായി ബന്ധപ്പെട്ട PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്ന പാനലിസ്റ്റുകൾ മുഴുവനും പറഞ്ഞത്. നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് അങ്ങോട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കാനായിട്ട്, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഏതാനും ചിലരുടെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ. ഈ രാജ്യത്ത് ഞാനൊരു ഉദാഹരണം മാത്രം പറയും. ഇപ്പോൾ ചോളവംശത്തെക്കുറിച്ച് നമ്മുടെ പുസ്തകങ്ങളിൽ എത്രമാത്രം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഏകദേശം 1500 കൊല്ലത്തോളം ഈ രാജ്യത്ത്, ഈ നമ്മുടെ ഇന്ത്യ അടക്കം, ഇന്ത്യ ഇപ്പോഴത്തെ ശ്രീലങ്ക, അതോടൊപ്പം തന്നെ മാലിദ്വീപ്, അത്ര വിശാലമായിട്ടുള്ളൊരു സാമ്രാജ്യം ഉണ്ടാവുകയും ചെയ്ത് രാജരാജ ചോളനെ കുറിച്ച് നമ്മൾ പാട്ടുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് അതിനകത്ത് ഉള്ളിലിരിപ്പല്ല. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിക്കുക, എത്ര ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്തിനാണെന്ന് ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. ഇതൊന്നും പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കുന്ന ചരിത്രങ്ങളല്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കാര്യമല്ല. അത് നോക്കൂ, ഈ NCERT എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് NCERT ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മാധു, സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും. അതിലൊരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. ഇന്ന് പറഞ്ഞത് എന്താണ്? ഈ രണ്ടു പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് സിലബസ് നിങ്ങൾ ഒപ്പുവെച്ച് കൊടുത്തതാണോ ഈ സിലബസ്? അവിടെയാണ് മാധു ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യം. ഞാൻ ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ എനിക്ക് മാരാർജി ഭവനൊന്നും ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറഞ്ഞു. അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തിൽ അല്ല പറഞ്ഞല്ലോ. പറയുന്നത് എന്താണെന്നല്ല, പറഞ്ഞതിനു ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത്. ഇനി പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മാരാർജി ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷെ അദ്ദേഹം പഠിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയാം, അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട, ഞാൻ അതിന്റെ അർത്ഥം പറയാം. അല്ല കഴിഞ്ഞില്ല, പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. അല്ല, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? അത് എല്ലാവരിലും ഞങ്ങളും ഉണ്ടല്ലോ. അതിൽ ഇത് മാധുവിന്റെ വ്യാഖ്യാനം. ഞാൻ പറയുന്നു BJPയുടെ വ്യാഖ്യാനമില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളിൽ എവിടെയാണ് വ്യാഖ്യാനം? ഞാൻ വീണ്ടും കേൾപ്പിക്കാൻ തയ്യാറാണ്. അതിൽ വ്യാഖ്യാനം എവിടെയാണ്? വ്യാഖ്യാനം ഇല്ലത്തിൽ ഞാൻ തുറന്നു പറയുന്നു, ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? പഠിക്കട്ടെ. അത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? പഠിക്കട്ടെ. ഇവിടെ പ്രശ്നം തരാം, ഞാൻ പൂർത്തിയാക്കാൻ അനുവദിക്കും. ഇവിടുത്തെ പ്രശ്നം തരാം. ഒന്നൊരു പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് ഈ NEP കൊണ്ടുവന്ന സമയത്ത്, PM ശ്രീ കൊണ്ടുവന്ന സമയത്ത് തന്നെ നഖശികാന്തം എതിർത്തു. ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചിട്ട് ഇപ്പൊ പറയണതാ ഇതിനെ അനുഭവിച്ചു. ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് 2 MPമാർ ഈ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് ജഹാ ഹുയി ബലിദാൻ മുഖർജി വോ കശ്മീർ ഹമാരാ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് 2 MPമാരുള്ളപ്പോൾ ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾക്ക് 303 MPമാരുണ്ടായ സമയത്ത് ഞങ്ങൾ കാശ്മീരിന് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. അവിടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ സ്വദേശി
ഉൽപ്പന്നങ്ങൾ. ഞങ്ങൾക്ക് സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഞങ്ങൾക്ക് സർക്കാരിനെ കിട്ടി തദ്ദേശീയമായിട്ട് നമ്മൾ ഇവിടെ ആയുധങ്ങൾ വരെ വികസിപ്പിച്ചു കഴിഞ്ഞു. അഗ്നി അടക്കം, തൃശ്ശൂരടക്കം എല്ലാ ആയുധങ്ങളും തന്നെ വികസിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, അയോധ്യ ക്ഷേത്രം, ഞങ്ങൾക്ക് 2 MP ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് അധികാരം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം ഞങ്ങൾ നിർമ്മിച്ചു. ഒരു പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടാവണം. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈവറ്റൈസേഷൻ, വിദ്യാഭ്യാസത്തിന് പ്രൈവറ്റൈസേഷൻ എതിർക്കും, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എതിർക്കും. അതേ നേതാക്കന്മാരുടെ തന്നെ മക്കള് ഇവിടെ പോയിട്ട് കോയമ്പത്തൂരും അതോടൊപ്പം പാലക്കാടൊക്കെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടില്ല. ഞങ്ങൾ അന്ന് എന്താണോ പറയുന്നത് അത് തന്നെ ഇന്ന് പറയുന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത്യന്താപേക്ഷിതമാണ്. അത് ഒരു ഒറ്റയ്ക്ക് രൂപയുടെ ഇവിടെ ഈ നിലവിൽ തമിഴ്നാടും ബംഗാളും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും PMC നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ സിലബസിൽ ഏതെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഇവർക്കാർക്ക് അഭിപ്രായമില്ലല്ലോ. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ സർക്കാർ നടത്തിയില്ല. ഒരു കാര്യം കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്താം. മധു, ഇതാ നിങ്ങൾ കേട്ടോ. BD Kalla, State Education Minister, said the selection of so many schools reflected the Gehlot government's success in improving school education. അതായത് BJP സർക്കാർ നടപ്പാക്കിയ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് BD Kalla എന്ന് പറയുന്നത് കോൺഗ്രസ് രാജസ്ഥാൻ ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം പറയാണ് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് BJP സർക്കാർ നടത്തിയ പദ്ധതി അത് രാജസ്ഥാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അതിന്റെ വിജയമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും. ഇപ്പോൾ PM ഉഷ പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറുക്കാൻ കഴിയുന്ന, സംസ്ഥാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത ചരിത്രമുള്ള, അതിൽ വിശ്വാസമുള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് നടക്കാത്ത ആഗ്രഹമായിരിക്കും എന്ന്. മാധു, സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം അങ്ങോട്ട് പറയണ്ട. ഇവിടുത്തെ അതാ അവരെ ഞാൻ പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ജൻധൻ്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു? ഇതൊക്കെ ഇവർ മുമ്പും പറയും. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ PM ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സിലബസിലും വരേണ്ടി വരും, മുഴുവൻ സംവിധാനങ്ങളിലും വരേണ്ടി വരും. ഇവിടെ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഇരു കൂട്ടർ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, ഇരു കൂട്ടരും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം എന്ന്. അത് പറയുമ്പോൾ തന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരുന്നിട്ട് പറയും സമ്മർദ്ദം എന്ന് പറയും. പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അതായത് BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനോടും കൂടെ വലിയൊരു മഹത്തരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നുള്ള ശ്രീ V ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEP-ക്ക് എന്താ പ്രശ്നം? ലോകാവസാനം വരെ ചെറുക്കാൻ കഴിയില്ല. NEP-ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്? അത് ഈ സനോജ് പറയട്ടെ. അതായത് ഇവരുടെ തന്നെ മന്ത്രി പറയുന്ന NEP-ക്ക് എന്താ പ്രശ്നം എന്ന്. അപ്പൊ NEP-ക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന്. NEP-ക്ക് അല്ല മാധുവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കാണ്. ഇത് അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടത്, ഒന്ന്, വൈകി ഉദിക്കുന്ന ബുദ്ധി, 2, ഇവർക്ക് എന്തു വന്നാലും BJP സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ കാര്യമൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അറിയോ? ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കണം. ഇപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ, ഗുപ്ത ഡൈനാസ്റ്റി, നമ്മൾ അതിനെക്കുറിച്ച് ഹിസ്റ്ററിയിൽ എത്ര പഠിക്കുന്നുണ്ട്? ചോള ഡൈനാസ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അഹോം, ഈ അസാമിലുള്ള ഒരു ഡൈനാസ്റ്റി, ഏകദേശം 600 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചതാണ് അഹോം എന്ന് പറയുന്ന ഡൈനാസ്റ്റി. അവരെക്കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട്? ഇനി അതൊന്നുമല്ല, നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോൾ ഈ പൈതഗോറസ് തിയറം പഠിക്കും. A² + B² = C². അത് പൈതഗോറ ചെയ്യുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൗദ്ധായന സുലഭ സൂത്രങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇതൊന്നും പറയാതെ, ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രം പറയാതെ ഇരുന്നാൽ അതിനെയും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, ഇവിടെ സവർക്കർ കാല് പിടിച്ച കാര്യമൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, അല്ല മാപ്പെഴുതി എന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സവർക്കറെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനൊന്നുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള S.A. ഡാങ്കെ ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്ത് ഞാൻ വായിക്കാം. I beg to inform your excellency that those years are unnecessary as I have never been positively disloyal towards his majesty. എന്നിട്ട് അതിന്റെ അവസാനം ഏറ്റവും പറയുന്നു, യുവർ എക്സലൻസി ഈസ് മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിലോ പ്രസംഗത്തിലോ ഒരിക്കലും തിരുമനസ്സിനോട് അവിശ്വാസത കാണിച്ചില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അങ്ങയുടെ ഏറ്റവും അനുസരണയുള്ള ദാസൻ അടിമയെന്ന്. അപ്പൊ ഇങ്ങനെ സ്വയം ദാസനാണ്, സ്വയം അടിമയാണെന്നൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല, സവർക്കറും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ്
പ്രതിഷേധ നേതാക്കന്മാരാണ് എന്ന് ഈ സനോജ് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഏതൊരു പദ്ധതി കൊണ്ടുവന്നെങ്കിലും അതിനെ അനാവശ്യമായിട്ട് എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരട്ടെ എന്ന്. ഇവിടെ പഴയ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാ വന്നത് 1986. നമ്മുടെ രാജ്യത്ത് TV പോയിട്ട് ഓരോ വീടുകളിലും റേഡിയോ പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യവും ലോകവും നമ്മളിപ്പോൾ കാണുന്ന രാജ്യത്തേക്കാൾ ലോകത്തേക്കാൾ എത്രയോ പിന്നിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സിലബസും ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പദ്ധതികളും പാഠ്യപദ്ധതികളും ഒക്കെ വരട്ടെ എന്നേ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെറും 6 ലക്ഷം മാത്രം പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തിന് 2026 നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിലോട്ട് അവർക്ക് യോഗ്യത ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കണ്ടു. ഇവിടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്തേ 140 കോടി ജനങ്ങളോട് നമുക്കതിന് സാധിക്കാതെ? ഇവിടെ നമ്മൾ എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട്. അങ്ങ് പറയുന്നു PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ സിലബസ് അതിനനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത്? പറഞ്ഞുതരാം. സിലബസ് സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് as per NCERT as far as possible എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. സ്റ്റേറ്റിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുകൂടി എന്റെ ബാക്കി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് പക്ഷേ എന്താണ്? അതിനനുസരിച്ചുള്ള സിലബസ് കൊണ്ടുവരേണ്ടി വരും. ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ VD സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വിയോജിക്കാനുള്ള സാധ്യതകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. അല്ല, അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി? അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി നിങ്ങൾക്ക് പ്രഖ്യാപിച്ചാൽ പോരെ? ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണം. ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല. ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും PM ശ്രീ ആധികാരികമായി പറയുകയാണ്. ആധികാരികമായി ശ്യാംരാജ് പറയുകയാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണമെന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് ചെയ്തത്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ പേര് മാറ്റേണ്ടി വന്നത്. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ പറഞ്ഞത്? പറ്റില്ല എന്ന് പറയണം. അതുകൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയണം. ഇത് സർക്കാരല്ലേ? അല്ലല്ല, ഇവിടെ സർക്കാരല്ലേ മാധു? ഉളുപ്പില്ലാതെ പറഞ്ഞ ഞങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഏത് നാട്ടുകാരുടെ മൊത്തം നിങ്ങൾ എടുക്കണ്ട. നാട്ടുകാരുടെ മൊത്തം പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ നേരത്തെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് വിചാരിച്ചാൽ ശ്യാംരാജെ നിങ്ങൾ പഠിപ്പിക്കില്ല. അതിനുള്ള നോംസ് PM ശ്രീയിലില്ല. അതിനുള്ള നോംസ് കാണാമെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഞങ്ങൾക്കല്ല. അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണ്. അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കാണ്. ജനങ്ങളോട് അതിനുള്ള ബാധ്യത ഇല്ലെങ്കിൽ അധികാരത്തിന്റെ ഹുങ്ക് എങ്ങനെ പറയാ? അധികാരത്തിന്റെ ഹുങ്ക് നിങ്ങൾ എങ്ങനെ പറയാ? അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണെന്ന്. അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണ്. ഇവർ വെറുതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ ഉള്ളിൽ കിടക്കുന്ന ഇടതുപക്ഷ ഐഡിയോളജി വായിച്ച് കേൾപ്പിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ. മാധു ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ പേര് മാറ്റേണ്ടി വന്നെങ്കിൽ ഇതിനകത്താകാൻ ചെറുപേജുള്ളൂ. അത് വിട് മാധു.